ബി.ജെ.പിയിൽ നിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ആരോപണം എത്തുകയാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ. അതായത് രാജീവ് ചന്ദ്രശേഖർ ഫണ്ട് ദൂർത്തടിക്കുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. പണമെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ചെലവാക്കുന്നു, മറ്റിടങ്ങളിൽ ഒരു പൈസ പോലും നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് കേൾക്കുന്നത്. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. പി.വി. കുട്ടൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. കുട്ടൻ, രാജീവ് ചന്ദ്രശേഖർ പണം ധൂർത്തടിക്കുന്നു എന്ന ആക്ഷേപമാണോ ഉയർന്നിരിക്കുന്നത്? അങ്ങനെ ആക്ഷേപം ഉയർത്തുന്നവർ അതിന് പറയുന്ന അവരുടെ കാരണം എന്താണ്? മനു, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബി.ജെ.പിക്കകത്ത് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. ഫണ്ട് വിവാദമാണ്. കാരണം സാധാരണയായി തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ട് വരെ സംസ്ഥാന നേതൃത്വം ഫണ്ട് എത്തിക്കുന്നൊരു സംവിധാനമുണ്ട്. വാർഡ് തലങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് പ്രവർത്തകർക്ക് എത്തിച്ചു നൽകും, പ്രാദേശിക നേതാക്കൾക്കൊക്കെ എത്തിച്ചു നൽകും. അതുകൊണ്ടാണ് അതുപയോഗിച്ചുകൊണ്ടാണ് ബോർഡും ഫ്ലക്സും അതോടൊപ്പം തന്നെ മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താറ്. കുറച്ച് പണമൊക്കെ മറ്റു രീതിയിലും പ്രാദേശിക പ്രവർത്തകർ സംഘടിപ്പിക്കും. പക്ഷേ എന്നാൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം ഈ ആദ്യമായി വരുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനകത്ത് ഒരു തരത്തിലുള്ള സഹായവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ പറയുന്നത്. പ്രധാനപ്പെട്ട നേരത്തെ സോഷ്യൽ മീഡിയ സെല്ലിലുണ്ടായിരുന്നവർ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനോട് പറയുന്ന പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന അധ്യക്ഷൻ ഫണ്ട്, അതായത് സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിലുള്ള തനത് ഫണ്ട് ദൂർത്തടിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന അധ്യക്ഷൻ്റെ മുഴുവൻ ചെലവുകളും സംസ്ഥാന കമ്മിറ്റിയുടെ ചെലവിലേക്കാണ് പോകുന്നത്. താമസം, 5 സ്റ്റാർ ഹോട്ടലിലെ താമസം, അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ, വലിയ വില കൂടിയ മൊബൈൽ ഫോൺ, യാത്രകൾ, എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ ഒഴിയുമ്പോൾ 35 കോടി രൂപ അക്കൗണ്ടിലുണ്ടായിരുന്നു, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു. പിന്നീട് രാജീവ് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു വലിയ ഫണ്ട് ശേഖരണം നടത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നു. 50 കോടി രൂപ ടാർഗറ്റ് വെച്ചൊരു ഫണ്ട് പിരിവ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആകെ 2.5 കോടി രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത്. താഴെത്തട്ടിൽ ഒരു തരത്തിലുള്ള പ്രവർത്തകരും ഇതിനോട് സഹകരിച്ചിരുന്നില്ല. കാരണം ഈ ഫണ്ടൊക്കെ രാജീവ് ചന്ദ്രശേഖർ ദൂർത്തടിക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിസ്സഹരണം ഉണ്ടായത്. അതുകൊണ്ട് ആ ഫണ്ട് ശേഖരണ പദ്ധതി പൂർണ്ണമായും പൊളിയുകയായിരുന്നു. അതോടൊപ്പം വരുന്ന മറ്റൊരു ആരോപണം, സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിലുള്ള ഫണ്ട് പൂർണ്ണമായും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വേണ്ടി മാത്രമാണ്. അവിടെ ഓരോ വാർഡിലും ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്കൊന്നും രാജീവ് ചന്ദ്രശേഖർ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെയൊന്നും ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും നൽകുന്നില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. മനു. ശരി, ഓക്കെ, താങ്ക് യു കുട്ടൻ. കുട്ടനാണ് കോഴിക്കോട് നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിനെതിരെ വളരെ ഗൗരവതരമായ ആക്ഷേപം, പരാതി അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.